Hey guys, welcome back to my Pups channel. നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജ് ആണ്. ഈ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ നിങ്ങളുടെ ചില സിറ്റുവേഷൻ എൻഡ് ആവാണ്. സോ എന്നിട്ട് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, ഒരു ചില സിറ്റുവേഷൻ ക്ലോസ് ആവാണ്, ഒരു ക്ലോഷറിലേക്ക് വരികയാണ്, എൻഡ് ആക്കേണ്ടതായിട്ടുണ്ട്, എൻഡ് ആവണം, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ബിഗിനിങ്. എക്സാക്ട്ലി നിങ്ങളുടെ ഒരു സ്ട്രഗ്ലിംഗ് പാർട്ട് ഇസ് എൻഡ്. നിങ്ങളുടെ ചില ഇതുവരെ പോയിട്ടുള്ള ചില പാറ്റേൺ സിറ്റുവേഷൻ ഒക്കെ എൻഡ് ആയിട്ട് നിങ്ങൾക്കൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി, പുതിയ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡേ പോലെ, ഫ്രഷ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഗെറ്റ് റെഡി. അല്ലെങ്കിൽ ഒരു പുതിയൊരു ബുക്ക് നിങ്ങൾക്ക് കിട്ടിയ പോലെയാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും എഴുതാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എഴുതാം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഓരോ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നത് പോലെയാണ്. 1ാം ക്ലാസ്സിന് 2ാം ക്ലാസ്സിലേക്ക് വരാ, 2ാം ക്ലാസ്സിന് 3ാം ക്ലാസ്സിലേക്ക് വരാ, അങ്ങനത്തെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇത്ര കാലം പഠിച്ച അതേ സബ്ജക്റ്റിൽ കൂടെ നിങ്ങൾ പോവരുത്. കാരണം ഇനി നിങ്ങൾക്ക് പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവണം, പുതിയ ഫെയിലിയേഴ്സ് ഉണ്ടാവണം, പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവണം, പുതിയ ലെസൺ ഉണ്ടാവണം, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അല്ലെ, നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഒരേ ചാപ്റ്ററിൽ കൂടിയാണ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷൻ കൂടിയാണ്. നിങ്ങളൊരു പുതിയ ചാപ്റ്ററിലേക്ക് വരണം. ഒരു പുതിയ ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ചാപ്റ്റർ എഴുതേണ്ട ഒരു ടൈമാണ്. ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സാക്ട്ലി നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുണ്ട്. എവിടേക്കോ നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വളരെ നല്ല രീതിയിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു തിരിച്ചു വരവുണ്ട്. നിങ്ങളുടെ തന്നെ ഒരു കംബാക്ക് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരു പവർഫുൾ ആയിട്ടുള്ള, വളരെ സന്തോഷമായിട്ടുള്ള, പവർഫുൾ എന്ന് മാത്രം എന്നുള്ളതല്ല, വളരെ സന്തോഷത്തോടും കൂടിയിട്ടുള്ള ഒരു തിരിച്ചു വരവ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ ആഘോഷിക്കേണ്ട സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ് ഉണ്ടായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവന്റിന്റെ ഭാഗമാവുന്നതായിരിക്കാം, നിങ്ങൾ പെർഫോം ചെയ്യുന്നതായിരിക്കാം, ഡാൻസ്, മ്യൂസിക്, ഓർ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻ ആയിരിക്കാം, നിങ്ങളുടേതായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സന്തോഷകരമായിട്ടുള്ളതും പ്ലസന്റ് ആയിട്ടുള്ള ഇവന്റ്സിൽ നിങ്ങൾക്ക് ഭാഗമാകാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് വളരെ റീകണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു യങ് എനർജി ഉണ്ടാവുക, നിങ്ങൾക്ക് നിങ്ങളുടെ വൈബിൽ കണക്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെയൊക്കെ ഒരുപാട് സന്തോഷമായിട്ട് നിൽക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതാണ് നിങ്ങൾക്ക് വലിയൊരു സന്തോഷം ഉണ്ടാവുന്നത്. സോ മനസ്സിന് ലൈഫിലൊക്കെ സന്തോഷം തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടെ സാധിക്കുന്നുണ്ട്. സോ വളരെ സന്തോഷമായിട്ടും ലൈഫിന് തന്നെ ഒരു അർത്ഥം തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ലെക്സി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഉടൻ സംഭവിക്കാൻ പോകുന്നത്. ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബിഗിനിങ്, ഒരു വളരെ സന്തോഷമായിട്ടുള്ളത്. നിങ്ങൾ വേറെ ഒന്നും ഓർക്കുന്നില്ല. അങ്ങനത്തെ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ എല്ലാ രീതിയിലും കണക്റ്റഡ് ആവുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കും. ഒരു ഫ്രഷ് സ്റ്റാർട്ടിങ്. നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് തോന്നും ആ ഒരു കാര്യത്തിനോട്. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും അത്, നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കാം, നിങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സന്തോഷമായിരിക്കാം. ഓക്കെ, സോ പല ആളുകൾക്കും പല സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങൾക്ക് അത്രയൊരു നിങ്ങളുടെ തന്നെ ഒരു തിരിച്ചുവരവ് കൊണ്ടുവരാൻ എല്ലാം നിങ്ങൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളെ ചില കാര്യത്തിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു വലിയൊരു എയിം ഉണ്ടായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിലേക്കുള്ള ആദ്യ ചുവട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സക്സസിലേക്കുള്ള, നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഇവന്റിലേക്കുള്ള ഒരു ആദ്യ പടിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. സോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തോ ഒരു കാര്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതിലേക്ക് വെക്കുന്നുണ്ട്, ഡിറ്റർമൈൻഡ് ആവുന്നുണ്ട്, പവർഫുൾ ആവുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങള്, നിങ്ങൾ തീരുമാനം എടുക്കുന്നതൊക്കെ വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു ഫയർ എലമെന്റ് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ആവുന്നുണ്ട് ഈ വരുന്ന സമയങ്ങളിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നതും അതാണ്. ഒരു ഫയർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളിങ്ങനെ കത്തി ജ്വലിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത്ര ഒരു എൻഗേജ്ഡ് ആവാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അത്ര ഒരു എക്സൈറ്റ്മെന്റും അത്ര ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാൻ സാധിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിൽ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വിജയമല്ലാതെ ആ ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, സോ അത്ര ഒരു ഡെഡിക്കേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ചില കാര്യത്തിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ചില ആളുകൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്നത് നിങ്ങൾ ചില ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനീഷ്യലി പറഞ്ഞതുപോലെ നമ്മൾ ഓരോ സ്റ്റാൻഡേർഡിലേക്ക് ഓരോ കൊല്ലം നമ്മൾ പുതിയ പുതിയ സ്റ്റാൻഡേർഡിലേക്ക് വരണം അല്ലെ. തോറ്റു പഠിക്കരുത് അല്ലെ. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ചാപ്റ്റർ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, പുതിയ പുതിയ കാര്യത്തിലേക്ക് വരിക. ഓൾറൈറ്റ്, സോ നിങ്ങൾ ആദ്യമായിട്ടൊരു ചുവട് വെക്കേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലത്തെ പുതിയ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ വരാൻ സഹായിക്കുക എന്നുള്ളതായിരിക്കാം. ഓക്കെ, പഴയ ഒരു ചാപ്റ്ററിൽ തന്നെ നിൽക്കാതെ. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. കാരണം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെന്റാലിറ്റി നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്ന ഒരു സമയമാണ്. അത് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ ഓൾറെഡി നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് ഇത്ര ഒരു മൈൻഡ് പവർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലി എടുക്കാണ്. സോ നിങ്ങളെ ഇമോഷണലി ഹേർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങള് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ല. സോ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വലിയൊരു റിലീഫ്, ചില ആളുകൾക്കൊക്കെ വലിയൊരു റിലീഫ് തരുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ബാലൻസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല, നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷെ എന്തോ ഒരു കാര്യം കാരണം നിങ്ങൾ ഇത്രയൊരു വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു മൈൻഡ്, നിങ്ങളുടെ ശീലങ്ങളെ ആയിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ എന്തെങ്കിലും ഒരു വാശിയുടെ മേലെയോ ദേഷ്യത്തിന്റെ മേലെയോ സങ്കടത്തിന്റെ മേലെയോ ഒന്നുമല്ല ചെയ്യുന്നത്. നിങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടുകയാണ്. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് പ്ലേസിൽ സംഭവിക്കും. പല കാര്യങ്ങളിലേക്കുള്ള ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾ ചില പടികൾ കയറി വരികയാണ്. നിങ്ങളുടെ ലൈഫിന്റെ ഉയർച്ചയിലേക്ക് നിങ്ങൾ കയറി വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലേക്ക് എടുക്കുക. കാരണം നിങ്ങളുടെ ലൈഫിന്റെ ഉയർച്ചയിലേക്കുള്ള പടികൾ കയറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ചില ആളുകൾ നിങ്ങളുടെ എന്തെങ്കിലും കലാപരമായിട്ടോ അല്ലെങ്കിൽ കായികപരമായിട്ടോ നിങ്ങളുടെ എന്തെങ്കിലും സ്കില്ല്, ചില ആളുകൾ വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളായിരിക്കാം, ഓർ സ്പീക്കിംഗ് സ്കില്ലുള്ള ആളുകളായിരിക്കാം, ഓർ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആങ്കറിങ് ആയിരിക്കാം, പബ്ലിക് ആയിട്ട് കണക്ട് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കാം, ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യുന്ന ആളുകളായിരിക്കാം. ചില ആളുകൾ പൊളിറ്റീഷ്യൻസ് ആയിരിക്കാം, ഓർ എന്തെങ്കിലുമൊക്കെ പബ്ലിക് സർവീസ് എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകളായിരിക്കാം. സോ നിങ്ങളുടെ ജോബ് വൈസോ നിങ്ങളുടെ ഒരു സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമോ നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമോ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില ആളുകൾ മേ ബി നിങ്ങൾ സ്റ്റുഡന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ചില ഡിറ്റർമിനേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. അങ്ങനെ ആ ഒരു കാര്യം മുൻനിർത്തി നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നതായിരിക്കാം. അത് സക്സസ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നതും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെയിം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് ആളുകളുടെ അടുത്തുനിന്ന്, ഒരു സെന്റർ ഓഫ് അറ്റൻഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലത്തെ ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ചില കാര്യങ്ങൾ പെട്ടെന്ന് വന്ന് നിങ്ങളുടെ ലൈഫിൽ നടക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓൾമോസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. മേ ബി അതിന് എന്തെങ്കിലുമൊക്കെ ഡിലേ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലെ. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണോ അങ്ങനെ വിട്ടുപോയിട്ടുള്ളത്, അങ്ങനത്തെ ആ ഒരു ബ്ലോക്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ലൈഫിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലുമൊക്കെ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ നോക്കുക ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ചില ആളുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള മെന്റാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്റർടൈൻമെന്റ് ചെയ്തോളണം എന്നില്ല. ഓൾറൈറ്റ്, what do you need to hear? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നത്? what you need to hear?
നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ് എന്താന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങൾക്ക് ചില ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് എക്സാക്ട്ലി വേണ്ടത് എന്നുള്ളത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് കുറച്ച് സമയത്തേക്ക് നിങ്ങളെ കാണാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നാം ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത്. നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ. സോ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കാം. ഓൾ ഓഫ് സഡൻ അവർക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടുമാറി നിൽക്കേണ്ടതായിരിക്കാം. എന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോബ് റിലേറ്റഡോ ഓർ നിങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്നതായിരിക്കാം, വഴക്കുണ്ടായി പോകുന്നതായിരിക്കാം, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതായിരിക്കാം, ഓർ എന്തെങ്കിലുമൊക്കെ ഇമോഷണലി മാറി നിൽക്കേണ്ട സിറ്റുവേഷനും ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകള് നിങ്ങൾക്ക് മാറി നിങ്ങളുടെ ഒരു സർക്കിളിൽ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ കുറച്ച് സമയത്തേക്ക് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ പെർമനന്റ് ആയിട്ട് ലൈഫിൽ ആളുകൾ മാറി നിൽക്കുന്നത് എന്നുള്ളതല്ല, കുറച്ച് സമയത്തേക്കെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ ഒരു പ്ലേസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതോ വളരെ നിങ്ങൾ നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പും ആയിരിക്കാം, ആളുകളും ആയിരിക്കാം. പക്ഷെ കുറച്ച് സമയത്തേക്ക് ചില ആളുകൾ വളരെ സൈലന്റ് ആവും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ നിങ്ങളൊന്നും കേൾക്കില്ല, അവരെ നിങ്ങൾ കൂടുതൽ കേൾക്കാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാണ് ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്ക് ചുറ്റും ആളുകളുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഈവൻ ആളുകളല്ല എന്നുണ്ടെങ്കിലും അവരുടെ തോട്ട്സ്, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾ കേൾക്കുന്ന പോലെ ഉണ്ടായിരിക്കണം. ഈവൻ അവർ നിങ്ങളുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും. ഓക്കെ, അത് നിങ്ങൾ ഒരുപാട് എന്റർടൈൻമെന്റ് ചെയ്യുന്നതായിരിക്കാം, അത് നിങ്ങൾ ഒരുപാട് കേൾക്കുന്നതായിരിക്കാം. പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് നിങ്ങൾ വീണ്ടും 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 ആലോചിച്ചിരിക്കുന്ന ആളുകളായിരിക്കാം. സോ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്കൊരു സൈലൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡ് കാം ആവുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ആളുകള് കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്കത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ചില ആളുകളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ സംഭവിക്കാൻ പോകുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് വാക്കുകളെ കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരിക്കണം. ആളുകൾ പറയുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനോ സ്ട്രഗിളോ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സംസാരം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് സംസാരം കേൾക്കുന്നത് ഇഷ്ടമുണ്ടാവുന്നുണ്ടാവില്ല. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. സോ ഇങ്ങനത്തെ ഒരു പ്ലേസ് ലൈക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ സർക്കിൾ ആക്ച്വലി ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പാത്ത് ക്ലിയർ ആവാന്നുള്ളതല്ല, നിങ്ങളുടെ ചുറ്റും ക്ലിയർ ആവുന്നുണ്ട്. ഓർ മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനെ കുറച്ചുകൂടി ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കും വരുന്നതായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ റൂം ആയിരിക്കാം, നിങ്ങളുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് മേ ബി അത് നിങ്ങളുടെ വീടും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ക്വാളിറ്റി ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സിറ്റുവേഷനും മേ ബി ആളുകളും ആയിരിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡീപ്പായിട്ട് ചിന്തിക്കാനും പുതിയൊരു ഇൻസൈറ്റ് കിട്ടുന്നതും പുതിയ തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതും. കാരണം നിങ്ങളുടെ ചിന്താഗതിയില് മെന്റാലിറ്റിയില് വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ചില ലൈഫിന്റെ മേജർ ഇവന്റിലേക്കുള്ള പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മേ ബി ഒരു ഡിവൈൻ പ്ലാനിങ് ആയിരിക്കാം. ഓക്കെ, കാരണം ചില സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ hope you like this reading. ഇത് നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ഇറ്റ്. വർക്ക് ഓൺ യുവർ സെൽഫ്. സന്തോഷമായിട്ടിരിക്കുക, കാരണം നിങ്ങൾ വളരെ സന്തോഷമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഒരു പുതിയ പുസ്തകം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും. നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഒരു പുതിയ ബുക്കിന്റെ ഒരു സ്മെല്ല് ഉണ്ടാവും അല്ലെ. സോ അപ്പൊ നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. ഒരു കൗതുകത്തോടു കൂടി, വളരെ എക്സൈറ്റ്മെന്റോട് കൂടി, വളരെ ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നമുക്ക് ഓക്കെ ഇന്ന് മുതൽ എനിക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇനി ഇതിൽ എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതണം, ഇതെനിക്ക് നീറ്റ് ആയിട്ട് വെക്കണം എന്നൊക്കെ തോന്നും അല്ലെ. സോ അങ്ങനത്തെ ഒരു ഫീലിംഗ്സിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഫീലിംഗ്സ് ആണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത്. അത് നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കണക്ട് ചെയ്യൂ. അത് നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കണക്ട് ചെയ്യൂ. നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളും നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്തു നിങ്ങളുടെ പുതിയ ബുക്കിൽ, പുതിയൊരു ലൈഫിൽ നിങ്ങൾ ആഡ് ചെയ്യും. ഓൾറൈറ്റ്, ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.